പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസ് അപ്പോസ്തല പ്രവർത്തികൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി തുടർമാനമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, ഹല്ലേലൂയ. അനുഗ്രഹവും മനോഹരവുമായ നല്ല രാത്രിയുടെ സമയത്തിനായി അടിയൻ അങ്ങേക്ക് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് പരിശുദ്ധനെ. ഹല്ലേലൂയ. പ്രത്യേക കർത്താവ് ഞങ്ങളുടെ അഗപ്പ കർത്താവേ, ബൈബിൾ കോളേജിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഷൈ സാറിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ലാലു സാറിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യത്തിലും വളരെ കൊണ്ട് ചെയ്തെടുപ്പാൻ കർത്താവേ, ഹല്ലേലൂയ. പിന്നെയും കർത്താവേ, അവിടുന്ന് ദൈവമേ സാറിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ പിന്നെ ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന കർത്താവേ, സാറിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുവചനം അതിന്റെ ഹല്ലേലൂയ അതിധൈര്യത്തോട് തന്നെ, ഹല്ലേലൂയ നിശ്ചയത്തോട് തന്നെ കർത്താവേ ഞങ്ങൾക്ക് തിരുവചനം ഹല്ലേലൂയ പ്രസ്താവിപ്പാൻ ദൈവമേ ദാസനെ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി ശക്തിയും ബലവും നിറച്ച് ദൈവം അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകം ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി, എല്ലാ സ്റ്റുഡൻസിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുവചനം പഠിച്ച് അത് ഹല്ലേലൂയ കർത്താവിന്റെ വയൽ പ്രദേശത്ത് അത് ഏറിയ ഫലം പ്രയോഗിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ അവിടുന്ന് സഹായിക്കണം. തിരുവചനത്തെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധികളെ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം പുകഴ്ചയും എന്റെ കർത്താവ് എടുക്കണം. കർത്താവ് പ്രാർത്ഥി യാചന കേട്ടുണ്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. രാത്രിയിൽ തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ ദാസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങൾ വരുന്നത് പോലെ തന്നെ എനിക്കും വളരെ സന്തോഷമാണ്. ഞാൻ ഈ ക്ലാസ് ഇത് വരുന്നതെന്ന് അങ്ങ് നോക്കിയിരിക്കുകയാണ്. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ദിസ് മോർണിംഗ് വിത്ത് ഓൾ ഓഫ് യു. നിങ്ങളോട് ചേർന്ന് ഈ വചനം പഠിക്കുവാൻ, ഇത് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാനും പല കാര്യങ്ങൾ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. സോ ഐ എം ഹാപ്പി ടു ടീച്ച് ദിസ് ക്ലാസ്. ഇതിൻ്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ഷാജി പാസ്റ്ററേയും ലാലു പാസ്റ്ററേയും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ ആഗതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇപ്പോൾ ഇന്ന് 9-ാം അധ്യായത്തിലേക്ക്, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഓരോ വാക്യം എടുത്ത് ഓരോ അധ്യായം എടുത്ത് പഠിച്ചാൽ ഇന്നും 1-2 അധ്യായത്തിൽ കൂടുതൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ആണ് ഞാനൊരു തീം അപ്രോച്ചായിട്ട് ചില വിഷയങ്ങളെടുത്ത് നമ്മൾ സംസാരിച്ച് ഈ അപ്പോസ്തല പ്രവൃത്തികൾ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പേ തീർക്കണം എന്ന ഒരു പൊതുവായ ഒരു ജ്ഞാനം നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുള്ള ആഗ്രഹത്തോടെ ആണ് വിഷയങ്ങൾ മാത്രം എടുത്ത് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ കാതലായ ചില വിഷയങ്ങൾ എപ്പോഴും ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ടത്, എന്താണ് ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയപ്പോൾ ലൂക്കോസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യം എന്താണ്, ലോകത്തോട് എന്താണ് അറിയിക്കാൻ അദ്ദേഹം ഇതിൽ കൂടി താല്പര്യപ്പെട്ടത് എന്ന് ഉള്ള നമ്മുടെ മനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം. ഒന്നാമത് അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രധാനമായി ലൂക്കോസിൻ്റെ ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു, എന്നാൽ തന്നെയും താൻ ഈ ലോകത്തിലില്ലെങ്കിലും പരിശുദ്ധാത്മാവ് മൂലം
തൻ്റെ പ്രവൃത്തികൾ അപ്പോസ്തലന്മാരിൽ കൂടിയും വിശ്വാസികൾ കൂടിയും ചെയ്യുന്നു എന്നുള്ള ഒരു സത്യം ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൂടി ലൂക്കോസ് നമുക്ക് കാണിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം ഒരു ഹൈലൈറ്റായിട്ട് പറഞ്ഞാൽ, രണ്ടാമത് പരിഭ്രമിച്ച് പേടിച്ച് ഇരുന്ന അപ്പോസ്തലന്മാരും ആദ്യ സഭയും പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ ശക്തി, ദൈവത്തിൻ്റെ പ്രോമിസ്, കർത്താവ് പ്രോമിസ് ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പ്രവർത്തനത്തോടെ സഭ ആകമാനം മാറി എന്ന് ലൂക്കോസെ ചൂണ്ടിക്കാണിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ കൂടി ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് 3000 പേരെ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന ഒരു വലിയ പരിശുദ്ധാത്മ ശക്തിയുടെ വിപ്ലവമായിട്ട് താൻ അവിടെ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് വരുമ്പോൾ ആ പരിശുദ്ധാത്മ ശക്തി ലഭിച്ച പത്രോസിനും യോഹന്നാനും അമ്മയുടെ ഉദരം മുതൽ യാതൊരു മുടന്തനായിരുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ ദൈവശക്തി, പരിശുദ്ധാത്മ ശക്തി എങ്ങനെ അവരുടെ മേൽ വന്നു, അതിൽ കൂടി സാധിച്ചു എന്നത് കാണിച്ചു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ സഭയിലെ അവിടെ വളർച്ചയെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നു. 5-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് അവിടെ സഭയിലുണ്ടായ പ്രയാസങ്ങൾ, അകത്തു നിന്നുണ്ടായ പ്രയാസങ്ങൾ, കബളിപ്പിക്കുന്നതും ഹിപ്പോക്രസിയും. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ, വിധവമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ സഭ ഒരു പുതിയ നേതൃത്വം കൊടുക്കുകയും ആ നേതൃത്വത്തിൽ കൂടി ഉണ്ടായ വ്യത്യാസങ്ങളെക്കുറിച്ച് 6-ാം അധ്യായത്തിലേക്ക് നമ്മളെ കാണിക്കുന്നു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസ് വചനത്തിൻ്റെ ഡിഫെൻഡിങ് ദ ഗാസ്പൽ, തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് ശരിയല്ല, ആരോപിച്ചവരാണ് കുറ്റക്കാരെന്ന് കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രഹാം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് അവിടെ കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ശൗലെ സഭയെ പീഡിപ്പിക്കുന്നത് അവിടെ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, എന്നാൽ അതിൽ കൂടി വന്ന് ചെതറിപ്പോയവർ എങ്ങനെ അവരെ മുമ്പോട്ട് പോയി. അതിൽ ഒരാളാണ് ഫിലിപ്പോസ്. 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് എങ്ങനെ ശമറിയയിൽ പോയി സുവിശേഷം അറിയിച്ചു, അവിടെ വലിയൊരു സുവിശേഷത്തിന് വാതിൽ തുറന്നു. എന്നാൽ അതിൽ കൂടി തന്നെ ഒരു കാര്യം കാണിച്ചു, അത്രമാത്രം വലിയ ഒരു സുവിശേഷ ഘോഷണം നടക്കുന്നെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി അതിൻ്റെ മധ്യത്തിൽ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ആ നിർജ്ജന പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതും, കന്നക്കാൻ ആ രാജ്ഞിയുടെ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്ന CFO ആയിട്ടിരിക്കുന്ന മനുഷ്യൻ, പുള്ളിക്കാരൻ രക്ഷിക്കപ്പെട്ടു, ഷണ്ണൻ രക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ കൂടെ ഇതാണ് എൻ്റെ അധ്യായങ്ങളെക്കുറിച്ചുള്ള ഒരു സമ്മറി. എന്നാൽ ഇതിൽ കൂടി തന്നെ വേറൊരു റെഡ് ലൈനിങ്, ഒരു രേഖ പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ വളരെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സഭ, വളരുന്ന ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. ഈ ഏത് അധ്യായം നിങ്ങൾ വായിച്ചാലും ഈ 2 കാര്യങ്ങൾ കാണാൻ സാധിക്കും. പ്രതികൂലങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ വളരുന്ന ഒരു സഭ. അതാണ് ലൂക്കോസിൻ്റെ വേറൊരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ ലൂക്കോസ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ഓർത്താൽ, ഒന്ന്, പരിശുദ്ധാത്മാവിനെ ആരെയും ഉപയോഗിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. മേശയിൽ ശുശ്രൂഷിച്ച സ്തേഫാനോസിനെയും ഫിലിപ്പോസിനെയും കൊണ്ട് അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ചെയ്തതായിട്ട് നമുക്ക് കാണിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, സഭയെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര മഹാന്മാരും മല്ലന്മാരും നേതാക്കന്മാരും ഇതിനെതിരായിട്ട് ഉയർന്നാലും സഭ വളരും. യേശു ക്രിസ്തു പറഞ്ഞു, ഐ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയും,
പാതാള ഗോപുരങ്ങൾ അതിനെ അവകാശപ്പെടുത്തത്തില്ല, നശിപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ലോകം മുഴുവനുമായിട്ട് വ്യാപരിക്കുന്ന ദൈവസഭയുടെ കാര്യത്തെക്കുറിച്ച് ആണ് ഇതിൻ്റെ വേറൊരു വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ആ വിഷയത്തിൻ്റെ അതുപോലെ തുടർച്ചയാണ് 9-ാം അധ്യായം. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ഒന്ന് ശൗലിൻ്റെ മാനസാന്തരം. അതാണ് ഇതിൻ്റെ ഒരു വിഷയം. 9-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭയെ പീഡിപ്പിച്ച ശൗലിൻ്റെ മാനസാന്തരം. 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സമാധാനം പ്രാപിച്ച ഒരു സഭ, വളരെ വിശ്രമത്തിലേക്ക് കടന്നു വന്നൊരു സഭ. ശൗലിൻ്റെ മാനസാന്തരത്തോടെ സഭയിലെ ഒരു വലിയ സമാധാനമുണ്ടായി. 3-ാമത്തെ വിഷയം, ലൂക്കോസ് മറന്നുപോയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ശൗലിനെക്കുറിച്ചും സ്തെഫാനോസിനെക്കുറിച്ചും ഒക്കെയാണ് താൻ വളരെയധികം സംസാരിച്ചെങ്കിലും പത്രോസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, പത്രോസ് ആ യഹൂദ്യ ശമറിയ പ്രദേശങ്ങൾ മുഴുവനും പോയി സുവിശേഷം അറിയിച്ച കാര്യത്തെക്കുറിച്ച് അതിന് 32 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുന്നു. പ്രൈസുള്ളൂ. അപ്പം ഈ 3 വിഷയമാണ് 9-ാം അധ്യായത്തിലുള്ളത്. നമ്മുടെ വിഷയം, ഇന്നത്തെ വിഷയം, സമയത്തിൻ്റെ ഉള്ള സമയം കൊണ്ട് നമുക്ക് ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയമാണ് ശൗലിൻ്റെ മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാർക്ക് കൊടുത്ത കൽപ്പന, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് യെരുശലേമിലും യഹൂദ്യയിലും ശമറിയായാലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുവീൻ എന്ന് പറഞ്ഞ ആ കൽപ്പന ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യെരുശലേമിലും യഹൂദ്യയിലും ശമറിയായാലും ഒക്കെയും അത് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവരെ സാക്ഷികളായി. എന്നാൽ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എന്ന് പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഒരുക്കുകയാണ്. അത് ആദ്യമേ എടുത്ത ആ 12 അപ്പോസ്തലന്മാരല്ല, അവരിൽ അല്ലാത്ത ഒരു വ്യക്തി, അതാണ് ശൗല്. താൻ പിന്നീട് പിൽക്കാലത്ത് പൗലോസ് എന്നറിയപ്പെടുന്ന അപ്പോസ്തലൻ ലോകത്തെ കീഴ്മാനം മറിക്കുവാൻ തക്കവണ്ണം സുവിശേഷവുമായിട്ട് ലോകം മുഴുവനും, ലോകത്തിൻ്റെ അന്ത്യത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ ആ പ്രവചനത്തിൻ്റെയും ആ കൽപ്പനയുടെയും അടിസ്ഥാനത്തിൽ ലോകത്തെ സുവിശേഷം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ശൗല്, പൗലോസ്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് ആ പ്രിയപ്പെട്ടവനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നെ ലോകത്തിൽ മുഴുവനും സുവിശേഷം എത്തിക്കുവാൻ എങ്ങനെ തന്നിൽ കൂടി സാധിച്ചു എന്നുള്ള വിഷയം ആണ് ഇന്ന് രാത്രി നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിതൊരു മുഖവരയായിട്ട് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ പലരും ചില സമയത്ത് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നിരിക്കും, ചിലപ്പോൾ മനസ്സിലായില്ല എന്നിരിക്കാം. അതുകൊണ്ട് ഒരു മുഖവര പറഞ്ഞ് ഈ 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് നമുക്ക് ഈ ശൗൽ ആരായിരുന്നു, ശൗലിനെ കുറിച്ചുള്ള ചെറിയൊരു പശ്ചാത്തലം, ശൗലിൻ്റെ കുടുംബ പശ്ചാത്തലം, ശൗലിൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം, ശൗലിൻ്റെ ആത്മീയ പശ്ചാത്തലം, ഈ 3 കാര്യങ്ങൾ നമുക്ക് അല്പസമയം ചില ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് സുജ സിസ്റ്റർ ഉണ്ടെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് പൗലോസിൻ്റെ തന്നെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാൽ സുജ രാജു ഉണ്ടെങ്കിൽ വായിച്ചു. 21-ന്റെ 3 സാറേ? അല്ല, 22-ന്റെ 3. 22-ന്റെ വായിക്കാം. ഞാൻ കിലിക്കിയയിലെ തർസീസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ശമാരിയന്റെ കാൽക്കൽ ഇരുന്ന പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ
നിങ്ങൾ എല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചു. ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചു വന്നു. അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെയും സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. സുജാ സിസ്റ്ററെ മതി, തൃപ്തിയായിട്ട്. ഈ ഞാൻ ഈ പറയുന്നത് കേൾക്കാമല്ലോ നിങ്ങൾക്കല്ലേ? ഓക്കെ. ഈ സ്ക്രീൻ കാണാവോ? കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ കാണാമല്ലോ? വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മൾ 4 ഭാഗങ്ങൾ വായിക്കുന്നത് ഈ സൗൽ എന്ന് പറയുന്ന പൗലോസിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വേണ്ടിയാണ്. വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സമ്മറി പറഞ്ഞു തരാൻ പ്രയത്നിച്ചോളാം. അപ്പം നമ്മൾ ഇത് വായിക്കുന്നതെല്ലാം ഒരു പൊതുവായ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇനിയും അതിൻ്റെ സെയിം അധ്യായം 21-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 19-20 വാക്യങ്ങൾ ഷേർലി സിസ്റ്റർ വായിച്ചാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വായിച്ചു. കർത്താവിൽ നിന്നും വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടപ്പിക്കുകയും ചെയ്തു എന്ന് നിന്റെ സാക്ഷിയായ സ്റ്റേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു. അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾ വായിക്കാം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങള്. പക്ഷേ എനിക്കും ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഇനിയും ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങള് ഒരാൾ വായിച്ചാൽ സുജ വായിച്ചാട്ടെ. യഹൂദ മതത്തിലെ എന്റെ മുൻപിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പൃഥുപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൻ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. മതി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ആരായിരുന്നു ശൗല് പ്രൈസ് ദി ലോർഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 4 വേദഭാഗങ്ങൾ വായിച്ചത്. എന്നാൽ വേറെ ചില വേദഭാഗങ്ങളുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ഈ 4 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ശൗലിനെ കുറിച്ചുള്ള ഒരു പശ്ചാത്തലം നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ കുടുംബ പശ്ചാത്തലം അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാൻ ടാർസസ് സിലേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് തർസോസിൽ ജനിച്ച ഒരു യഹൂദനാണ്. അതേസമയം ജനനത്താൽ തന്നെ ഒരു റോമാ പൗരനുമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് തൻ്റെ ഹി വാസ് ബോൺ ഇൻ ടാർസസ് ഓഫ് സിലേഷ്യ. സിലേഷ്യയിലെ തർസോസിൽ താൻ ഒരു യഹൂദനായിരുന്നെങ്കിലും ഒരു റോമ പൗരനായിട്ട് താൻ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് താൻ തന്നെ കുറിച്ച് പറയുന്നത് 8-ാം നാളിൽ ഞാൻ പരിച്ഛേദനയേറ്റവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില മലയാളികൾക്ക് പറയുമല്ലോ, ഞങ്ങൾ സിറിയൻ പെന്തക്കോസ് എന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാതനമായ വിശ്വാസികളായിരുന്നു ആയിരുന്നു എന്നുള്ള പാരമ്പര്യം കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് പോലെ തന്നെ. അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് ജനിച്ചു വളർന്നതാണ്, മധ്യ തിരുവിതാംകൂറിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു പശ്ചാത്തലം പറയുന്ന പോലെ തന്നെ ഇവിടെ പൗലോസ് ശൗല് പറയുകയാണ്,
ഞാൻ വളരെയധികം പ്രാഗൽഭ്യമുള്ള ഒരു പട്ടണം. ഈ തർശോസ് എന്ന് പറയുന്നത്, ടാർസസ് വാസ് വൺ ഓഫ് ദ തേർഡ് ലാർജസ്റ്റ് റോമൻ സിറ്റീസ് അറ്റ് ദാറ്റ് ടൈം. റോമ സാമ്രാജ്യത്തിലെ 3 വലിയ സിറ്റികളിലെ പട്ടണങ്ങളിലെ ഒരു വലിയ പട്ടണമായിരുന്നു തർസൂസ്. അപ്പം ഞാൻ അങ്ങനെ വളരെ പ്രാഗൽഭ്യമുള്ള, വളരെ അധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു പട്ടണത്തിൽ ജനിച്ചവനാണ്. പിൽക്കാലത്ത് ശതാധിപൻ സെഞ്ചൂറിയൻ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ, നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെയും പറയുന്നത്, ഐ എം എ സിറ്റിസൺ ബോൺ ഇൻ എ നോ മീൻ സിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ അറിയപ്പെടുന്ന ഒരു പട്ടണത്തിൽ ജനിച്ച ഒരു യഹൂദനായി, ഒരു റോമ പൗരനാണെന്നുള്ള അത് താൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടി തന്നെ ഒരു യഹൂദൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് പരിച്ഛേദനയ്ക്കുക എന്നുള്ളത്. 8-ാം നാളിൽ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് തന്നെ പരിച്ഛേദനയേറ്റവനാണ്. പിന്നീട് 3-ാം കാര്യം, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായർ എന്നുള്ള എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറഞ്ഞാൽ സകല ന്യായപ്രമാണങ്ങളുടെ അക്ഷരങ്ങൾ മാറാതെ നോക്കുന്ന വ്യക്തിയാണ് പരീശൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് തൻ്റെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഒരു സമ്മറി. പ്രൈസ് ദി ലോർഡ്. തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഗമാലിയേലിൻ്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ ഈ പട്ടണം എന്ന് പറയുന്നത് യെരൂശലേം. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിലാണല്ലോ ഇസ്രായേൽ ജനത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. അവിടെയാണല്ലോ ദൈവം തെരഞ്ഞെടുത്ത പട്ടണമാണ് യെരൂശലേം. താൻ പറയുന്നത്, ഞാൻ യെരൂശലേമിൽ എൻ്റെ വിദ്യാഭ്യാസം നടത്തി. തന്നെയല്ല, അന്ന് അറിയപ്പെട്ടിരുന്ന റാബായിസ്, ടീച്ചേഴ്സിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു ഗമാലിയൽ. പ്രൈസ് ദി ലോർഡ്. ഈ ഗമാലിയലിൻ്റെ കാൽക്കൽ ഇരുന്ന് ഞാൻ പഠിച്ചവനാണ് പിതാക്കന്മാരുടെ ന്യായപ്രമാണം. ഗമാലിയൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹാർവർഡ്, പ്രിൻസിറ്റൺ, IIT എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾ പോലുള്ള ഒരു സ്ഥാപനം ആയിരുന്നു ഗമാലിയലിൻ്റെ കീഴിലുള്ള പഠനം. എന്ന് പറഞ്ഞാൽ താൻ പറഞ്ഞത്, എൻ്റെ കുടുംബപരമായിട്ട് നോക്കിയാൽ വളരെ മഹത്വമേറിയ ഒരു കുടുംബത്തിൽ, പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ, വളരെ അറിയപ്പെട്ട ഒരു പട്ടണത്തിൽ യഹൂദനായിട്ട് ജനിച്ച് റോമ പൗരനായിട്ട് വളർന്ന ഞാൻ ഗമാലിയേലിൻ്റെ കീഴിൽ വിദ്യാഭ്യാസം ശീലിച്ചവനാണ് എന്ന് പ്രാഗൽഭ്യത്തോടെ തന്നെക്കുറിച്ച് താൻ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മതപശ്ചാത്തലം നോക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറഞ്ഞാൽ അക്ഷരം മുതൽ ന്യായപ്രമാണം അതേപടി നോക്കുന്ന ഒരു വ്യക്തി. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിനെതിരായിട്ട് വരുന്ന ഏതെല്ലാം പഠിപ്പീരികളോ ഉപദേശങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെ കൊല്ലുന്നതിന് പോലും പ്രയാസം തോന്നാതെ അത്രമാത്രം മത തീവ്രവാദിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശൗലെ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, ബ്ലെയിംലെസ് ഇൻ ദ റൈറ്റ്യസ്നെസ് ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അതുപോലെ ആചരിച്ച വ്യക്തിയാണ്. ആ ന്യായപ്രമാണത്തിൽ കൂടി ഉള്ള നീതീകരണത്തിന് താൻ അനന്യൻ എന്ന് പറഞ്ഞാൽ നോ ബ്ലെയിം. പ്രൈസ് ദി ലോർഡ്. അതുകൂടാതെ പറയുകയാണ്, പെർസിക്യൂട്ടഡ് ദ ചർച്ച് ഓഫ് ഗാഡ് ബിയോണ്ട് മെഷർ ആൻഡ് ട്രൈ ടു ഡിസ്ട്രോയ് ഇറ്റ്. ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് ദൈവസഭയെ ഉപദ്രവിച്ച് നശിപ്പിക്കുവാൻ വേണ്ടി പ്ലാനിട്ട ഒരു തീവ്രവാദിയായ ഒരു ഒരു യഹൂദനായിരുന്നു താൻ എന്ന് താൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരായിരുന്നു ശൗല്? പുരാതനമായ ഒരു യഹൂദ ഭവനത്തിൽ ജനിച്ചു വളർന്ന് പ്രാഗൽഭ്യമുള്ള, വളരെയധികം വിദ്യാഭ്യാസത്തിൽ പ്രാഗൽഭ്യമുള്ളവനും സ്വന്തം മതത്തോടുള്ള സ്നേഹത്തിൽ തീവ്രവാദിയുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ പശ്ചാത്തലം നമ്മൾ ഓർക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നിയന്ത്രണത്തിലും നടത്തിപ്പിലുമാണ് എല്ലാം സഭയെക്കുറിച്ചുള്ളത് ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ താൻ അവിടെ
ഗലീല കടൽ തീരത്ത് വളർന്നു വന്ന ഒരു മുഖവനായിരുന്നു. ലോകത്തെക്കുറിച്ചുള്ള ആ ഗലീല, ശമറിയ, യഹൂദ്യ എന്നുള്ള ആ സ്ഥലങ്ങൾക്ക് അപ്പുറമായിട്ട് തനിക്ക് വലിയ പരിചയമുള്ള ഒരു ഒരു വ്യക്തിയല്ലായിരുന്നു. അതുപോലെയാണ് മറ്റ് അപ്പോസ്തലന്മാർ. അതുകൊണ്ട് സുവിശേഷവുമായിട്ട് ലോകം മുഴുവനും പോകുവാൻ വേണ്ടി ഒരു വ്യക്തിയെ കർത്താവ് നോക്കിയപ്പോൾ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് മത തീവ്രവാദിയായിരിക്കുന്ന ശൗല്. ആത്മീയ കുടുംബ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ കളങ്കമില്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ വിദ്യാഭ്യാസത്തിൽ ഗ്രീക്ക്, ഹീബ്രൂസ് ഇതെല്ലാം അറിയാവുന്ന അനേക ഭാഷകളും സംസ്കാരങ്ങളും മനസ്സിലാക്കിയിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ആ സംസ്കാരത്തെ മനസ്സിലാക്കി അവരോട് ഇടപെട്ട് അവരോട് സുവിശേഷം പറയിക്കാൻ തക്കവണ്ണം ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് ഞാൻ നിങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരായിരുന്നു ശൗൽ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ വിഷയം ഈ ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഈ യഹൂദ മതത്തോടുള്ള ഈ തീവ്രമായ സ്നേഹത്തിൻ്റെ അതിൽ അദ്ദേഹം ഈ സഭയെന്ന് പറയുമ്പോൾ യഹൂദ മതത്തിന് എതിരായിട്ട് പഠിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നുള്ള വിഷയം അദ്ദേഹം മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഇതിന് എതിരായിട്ട് യഹൂദ മതത്തിന് എതിരായിട്ട് ഉയരുന്ന എല്ലാ ശക്തികളെയും നശിപ്പിക്കുവാൻ വേണ്ടി താൻ പ്ലാൻ ഇട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ്റെ അധികാരപത്രവുമായിട്ട് യെരുശലേമിൽ നിന്ന് ദമസ്കോസ് പട്ടണത്തിലുള്ള ആൾക്കാരെ എല്ലാം, അവിടെ യേശുവിനെ വിളിക്കുന്ന ആരെങ്കിലും യഹൂദ മതത്തിലായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ പിടിച്ച് അവരെ ബന്ധിച്ച് അവരെ യെരുശലേമിൽ കൊണ്ടുവന്ന് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി പ്ലാനിട്ട് യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവായ യേശു ക്രിസ്തു വഴിമധ്യേ തന്നെ കണ്ടുമുട്ടുകയാണ്. അതാണ് തൻ്റെ ഈ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ 9 മുതൽ 6 വരെയുള്ള 9-ാം അധ്യായം 1 മുതൽ 6 വരെ പിന്നെ ഷേർലി സിസ്റ്റർ വായിച്ചാൽ. ഷേർലി സിസ്റ്റർ ഇല്ലെങ്കിൽ ബിൻസു വായര്. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരനായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് വരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവന് നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. മതി. താങ്ക് യു ബിൻസി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ ശൗലിന്റെ മാനസാന്തരത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് മാനസാന്തരത്തിലേക്ക് ഈ മതതീവ്രവാദിയായിരുന്ന ഈ മനുഷ്യനെ എങ്ങനെയാണ് കർത്താവിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള പശ്ചാത്തലമാണ് ഇവിടെ കാണിച്ചത്. മഹാപുരോഹിതന്റെ അധികാരപത്രവുമായിട്ട് ദമസ്കോസിലേക്ക് പോകുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് എൻ്റെ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ 4-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കർത്താവായ യേശു ക്രിസ്തു അവനെ പ്രത്യക്ഷപ്പെട്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ ഒരു പ്രകാശം, അത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് സറൗണ്ടഡ് ഹിം. അതുകൊണ്ട് താൻ നിലത്തു വീണു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ മഹിമയിൽ ഇടയ്ക്ക് ഒരു ശബ്ദം കേട്ടു, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശൗല് പറയുകയാണ്, കർത്താവേ, നീ ആരാണ് എന്ന് പറയുമ്പോൾ, ഐ ആം ജീസസ് ഹൂം യു ആർ പെർസിക്യൂട്ടഡ്. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. നീ എഴുന്നേറ്റ്. അതിനു മുമ്പ് ഇംഗ്ലീഷിൽ നിങ്ങൾ മലയാളത്തിൽ വായിച്ചപ്പോൾ ഈ ഭാഗമില്ലായിരുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിക്കട്ടെ. 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ബെൻസി ഒന്നുകൂടെ വായിച്ചാൽ ഞാനൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. മലയാളത്തിൽ
9:5 ഒന്നുകൂടെ വായിച്ചിട്ട്. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് മതി. അത്രേ ഉള്ളൂ മലയാള പരിവർത്തനത്തിൽ, മലയാള ഭാഷയിലെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഐ ആം ജീസസ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എന്ന്. എന്നാൽ ഈ ഇംഗ്ലീഷ് തർജ്ജമ ഞാൻ വായിച്ചിരിക്കുന്നത് ന്യൂ കിങ് ജെയിംസ് വേർഷനാണ് ഞാൻ വായിക്കുന്നത്. അല്ലെങ്കിൽ കിങ് ജെയിംസ്, ഇത് രണ്ടും നോക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ വായിക്കാം, അത് 5-ാം വാക്യം. And he said, who are you, Lord? Then the Lord said, I am Jesus, whom you are persecuting. It is hard for you to kick against the goats. അങ്ങനെ ഒരു വാക്യം കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് ഈ ഇംഗ്ലീഷ് തർജ്ജമയിൽ. എന്നാൽ മലയാളത്തിൽ അതില്ല. അതിൻ്റെ കാര്യം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രൈസിലുള്ള അത് നമുക്ക് 26-ാം അധ്യായത്തിൻ്റെ പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. പ്രൈസിലുള്ള 26-ന്റെ 14 നിങ്ങളൊരാൾ വായിച്ചു, അഞ്ചു സിസ്റ്റർ വായിച്ചത്. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ ശൗലേ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. മതി. ഇത് പൗലോസ് താൻ പല സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ വിസ്താരം ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ താൻ ഡിഫൻസായിട്ട് പറഞ്ഞ തൻ്റെ ചരിത്രം എങ്ങനെയാണ് താൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ തൻ്റെ ഭാഷയിൽ താൻ പറഞ്ഞതാണ്, ഞാൻ ഉപദ്രവിക്കുന്ന യേശു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഹാർഡ് ഫോർ യു ടു കിക്ക് അഗൻസ്റ്റ് ദ ഗോഡ്സ്. ഈ മുള്ളിനെതിരായിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് ദോഷമുണ്ടാകും, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഈ ഭാഗം ഇല്ലായിരുന്നു. എന്നാൽ 26-ാം അധ്യായത്തിൽ അതേ സംഭവത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ ആ ഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് കാണിച്ചത് 9-ാം അധ്യായത്തിൽ നിങ്ങൾ ചില ഇംഗ്ലീഷ് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ മലയാളത്തിലില്ല. അത് ബൈബിളിൽ തെറ്റൊന്നും ഉണ്ടായിട്ടല്ല, അവിടെ അവിടെ എഴുതിയപ്പോൾ ആ പരിഭാഷ മലയാള പരിഭാഷക്കാരെ തർജ്ജമക്കാരായി ചെയ്തപ്പോൾ അതിൻ്റെ ഗ്രീക്ക് വേർഷനിൽ അത് ഈ ഭാഗത്ത് 9-ാം അധ്യായത്തിൽ അതില്ലായിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് തർജ്ജമക്കാർ ചെയ്തപ്പോൾ അവർ 26-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ തന്നെ സാക്ഷ്യത്തിൽ നിന്ന് അത് കണ്ടതുകൊണ്ട് അവരത് അവിടെ ആഡ് ചെയ്തതായിട്ടാണ് പലയിടത്തും എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരേണ്ടത്. അപ്പോൾ അവിടെ ദമസ്കോസ് പട്ടണത്തിനടുത്ത് വരുമ്പോൾ കർത്താവ് ശൗലിന് വെളിപ്പെടുകയാണ്. എൻ്റെ പേരപ്പോഴും ശൗലാണ്, പൗലോസ് അല്ല. ഞാനിത് മാറി മാറി പറയുന്നുണ്ടെങ്കിലും താൻ ഇപ്പോഴും ശൗലാണ്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. അപ്പം അവിടെ ഈ ദമസ്കോസിൻ്റെ വഴിവാതിൽക്കൽ ചെല്ലുന്നതിന് മുമ്പ് ഈ വലിയ തേജസ്സിൻ്റെ അതിൽ താൻ നിലത്ത് വീണ് കിടക്കുന്ന സമയത്താണ് ഈ ശബ്ദം കേൾക്കുന്നത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. ദൈവത്തിൻ്റെ ജനത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി കർത്താവായ യേശു ക്രിസ്തു സ്വീകരിച്ച ഒരു വിശ്വാസിയെ ഉപദ്രവിക്കുന്നത് കർത്താവിനെ ഉപദ്രവിക്കുന്നതായിട്ടാണ് കർത്താവ് കണക്കാക്കുന്നത് എന്ന് ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനൊരു കാര്യം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, നമുക്കുള്ള അതേ വേദന കർത്താവിനുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ശൗലിനോട് പറഞ്ഞത്, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ കഷ്ടതയിലും പ്രയാസത്തിലും പെർസിക്യൂഷനിലൊക്കെയും കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഓർക്കണം, നമ്മുടെ അരുമനായ കർത്താവ് തൻ്റെ ചങ്ക് അതുപോലെ തന്നെ പ്രയാസപ്പെട്ട് നമ്മോടുകൂടെ തന്നെ വേദനപ്പെടുന്ന ഒരു കർത്താവിനെയാണ്
നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെയല്ല. ദൈവം പറഞ്ഞു, നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്കും എനിക്കും ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മുടെ കഷ്ടത സഹിക്കുന്നത് നമ്മൾ മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും നമ്മോടുകൂടി തന്നെ ആ കഷ്ടത അനുഭവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ ഉണ്ട്. ശൗലേ, ലോർഡ് ഹൂ ആർ യു? നീ ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആരാണെന്ന് ചോദിക്കുന്നത് തനിക്കറിയാം ഇതൊരു സ്വർഗീയ ശക്തിയാണ്. എന്നാൽ ആരാണെന്നുള്ളൊരു വ്യക്തി, ആരാണ് ദൈവശക്തിയാണെന്നറിയാമെങ്കിലും കർത്താവ് അവിടെ പേഴ്സണലായിട്ട് പറയുകയാണ്, ദിസ് ഈസ് ജീസസ്, നീ ഉപദ്രവിക്കുന്ന യേശു ആണ് ഇതെന്ന് അവിടെ വെച്ച് പറയുകയാണ്. എന്നിട്ട് എന്നോട് പറയുകയാണ്, നീ മുള്ളിനെതിരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു ടു കിക്ക് അഗൈൻസ്റ്റ് ദ ഗോഡ്സ്. ആരെങ്കിലും ഒരാളെ മലയാളം ഒന്നുകൊണ്ടൊന്ന് വായിച്ചാൽ 26 അധ്യായത്തിന്റെ 14 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന്. മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാണ് എന്നൊരു ഒരു 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 താക്കീത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നീയാണ് എന്നെ ഉപദ്രവിക്കുന്നത്, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല. ഒരു കാര്യം പറഞ്ഞു, മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് പറ്റിയതല്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ വാണിംഗ് കൊടുക്കുകയാണ്. ഇത് ഇനിയും നീ ഇത് തുടർന്നാൽ ഇതിൻ്റെ ജീവിതത്തിൽ ഒരു ശുഭകരമായ ഒരു വിഷയമല്ല എന്ന് അവിടെ ഒരു താക്കീതും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് താൻ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, അപ്പോൾ താൻ അവിടെ ഒരു കാര്യം ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? ലോർഡ്, വാട്ട് ഡു യു വോണ്ട് മീ ടു ഡു? സി, അറ്റ് ദാറ്റ് പോയിന്റ് അവിടെ വെച്ച് യേശു ആണ് തന്നോട് സംസാരിക്കുന്നത്, നീ ഉപദ്രവിച്ച യേശു എന്ന് തനിക്ക് മനസ്സിലായി. അപ്പോൾ അവൻ അവിടെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴാണ് പറഞ്ഞത്, നീ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോവുക, അവിടെ ചെല്ലുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ദമസ്കോസിൻ്റെ കുറച്ച് സ്ഥലത്തിന് മുമ്പ് അവിടെ എഴുന്നേറ്റ് താൻ ദമസ്കോസ് പട്ടണത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഇനിയുള്ള നമുക്കുള്ള ഏതാനും ചില സമയത്തിന് ഉള്ളിൽ ഈ മുള്ളിനെ കുറിച്ച് ഇവിടെ ഞാൻ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ തർജ്ജമയിൽ നോക്കിയപ്പോൾ മുള്ളെന്നുള്ളതിന് അവിടെ വേറൊരു വാക്കുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, മുടിങ്കോലുകൾ. എനിക്കത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. എന്നാലും ആ ഒരു വാക്കാണ് ഞാൻ ഇവിടെ എഴുതിക്കുന്നത്. അതിൻ്റെ ബ്രാക്കറ്റ് ഞാൻ മുള്ളുകൾ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് ഉചിതമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഈ മുള്ള്? ശൗലിൻ്റെ ജീവിതത്തിൽ ഈ മുള്ള് എന്തായിരുന്നു? ശൗലിൻ്റെ ജീവിതത്തിൽ വേറൊരു മുള്ള് പിന്നീട് പിൽക്കാലത്ത് താൻ പറയുന്നുണ്ട്. ആ വിഷയമല്ല ഇവിടെ. ദൈവം അവന് കൊടുത്തിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ അതിനെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുള്ളുകളെന്നാണ്. അത് മറ്റൊന്നുമല്ല. എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുടിങ്കോലുകൾ അല്ലെങ്കിൽ മുള്ളുകൾ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ പലപ്പോഴും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നാട്ടിലായിരിക്കുമ്പോൾ ഈ ആനയെ കൊണ്ട് നടക്കുന്നവരെ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആന എങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തപ്പോൾ ഈ കമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കമ്പല്ല, ഇരുമ്പാണ്. അതുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ഇങ്ങോട്ട് മാറി വരും. അതുപോലെ തന്നെ ശക്തമായിരിക്കുന്ന കാള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി, അല്ലെ അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി, വലിയ ഭാരമുള്ള വണ്ടിയുടെ ഇതിൽ കാള ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പോലെ തോന്നുമ്പോൾ അതിനെ ഓടിക്കുന്നവൻ ചെയ്യുന്ന ഇതുകൊണ്ട് 1-2 കുത്ത് കൊടുക്കുമ്പോൾ അത് വീണ്ടും പെട്ടെന്ന് പോകും. അത് കുത്തുന്നത് ഈ കാലിൻ്റെ അവിടെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ കാള ചെയ്യുന്നൊരു കാര്യമാണ് ഈ കാലുകൊണ്ട് തൊഴിക്കുക എന്നുള്ളത്. അത് തൊഴിച്ചാൽ കാളയ്ക്കറിയത്തില്ല, തൊഴിച്ചാൽ കാളയ്ക്ക് തന്നെയാണ് ദോഷം എന്നുള്ളത് അറിയത്തില്ല. അതാണ് എൻ്റെ പശ്ചാത്തലം. ഇവിടെ ആ ഒരു ഉപമയാണ് കർത്താവ് ഇവിടെ കാണിക്കുന്നത്. കാരണം
കർത്താവ് യേശു ക്രിസ്തു പ്രകൃതിയിലെ പല കാര്യങ്ങളും വെച്ചാണല്ലോ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഇവിടെ പിന്നെ കാളയെ കൊണ്ട് പോകുന്ന ഒരു ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ മുഴങ്കോലുകൾ എന്ന് പറഞ്ഞാൽ കാളകളെ ഉന്താൻ ഉപയോഗിക്കുന്ന നീളമുള്ളതും മൂർച്ചയുള്ളതുമായ ഒരു വടിയാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഞാൻ കാണിച്ചേക്കുന്ന പോലെ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? മടിച്ചിരിക്കുമ്പോൾ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം മുന്നോട്ട് തള്ളിവിടുന്ന ഒരു കാര്യമാണത്. എന്നാൽ പലപ്പോഴും വേദനാജനകമായ പ്രത്യാഘാതങ്ങൾ അത് കൂടി ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ കാള ഇങ്ങനെ തൊഴിക്കുകയാണെങ്കിൽ അതിനെ കൂടുതൽ മുറിവേക്കാൻ സാധിക്കും, മുറിവേക്കും. അപ്പോൾ ഞാൻ ഈ പറയാൻ വന്ന വിഷയം, കർത്താവ് ശൗലിനോട് പറയാണ്, ശൗലേ, മുള്ളിന് എതിരെ നീ ഇങ്ങനെ തൊഴിക്കുന്നത് നിനക്ക് അത് നല്ലതല്ല എന്ന് പറഞ്ഞു. പ്രൈസ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു അല്പസമയം കൂടെ ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ സഭയിൽ ഒരു പ്രാവശ്യം അല്പസമയം പഠിപ്പിച്ചു. അതിൻ്റെ വിഷയങ്ങളിൽ അല്പസമയം നിങ്ങളെയും കൂടെ അത് പഠിപ്പിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ എന്താണ് ശൗലിൻ്റെ ജീവിതത്തിലെ മുഴങ്കോലുകൾ അല്ലെങ്കിൽ മുള്ളുകൾ എന്തായിരുന്നു എന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ വിഷയങ്ങളാണ് തൻ്റെ മാനസാന്തരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഈ മുള്ളുകൾ തനിക്കൊരു ഉത്തേജനത്തിനും പ്രോത്സാഹനത്തിനും ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ചില മുള്ളുകളെക്കുറിച്ച് ഇനിയുള്ള ചില സമയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരാം. ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് സുജ സിസ്റ്റർ വായിച്ചത്. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിനെ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. മതി. താങ്ക് യു സിസ്റ്റർ. ഇവിടെ ശൗല് തൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണ്, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ വേർപെടുത്തി തൻ്റെ കൃപയാൽ എന്നെ വിളിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ യഹൂദ മതത്തിൽ താൻ ഒരു തീവ്രവാദി ആയിരുന്നെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, ഗമാലിയേലിൻ്റെ കീഴിൽ വിദ്യാഭ്യാസം നടത്തിയ ഈ പ്രിയപ്പെട്ട ശൗലിന് അറിയാമായിരുന്നു തൻ്റെ മേൽ ഒരു ദൈവ വിളി ഉണ്ട്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ തനിക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രം മുതൽ ദൈവം ആ പുത്രൻ്റെ സുവിശേഷത്തിന് വേണ്ടി തന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വ്യക്തമായി അറിയാമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ. എന്നാലും ഈ മതത്തിൻ്റെ ആ തീവ്രവാദത്തിൽ താൻ ഇത് മനസ്സിലാക്കിയില്ല. അതാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ മുള്ളുകൊണ്ട് കുത്തുന്നത് പോലുള്ള ഈ ഒരു കുത്തല് തൻ്റെ അന്തരംഗത്തിൽ ഇതുണ്ടായിരുന്നു. താൻ ദൈവത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പുത്രനായ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം വിളിച്ചെടുത്ത അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ബോധം തൻ്റെ അന്തരംഗത്തിൽ തൻ്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നു. അത് തന്നെ പലപ്പോഴും ഇങ്ങനെ ഒരു മുള്ളു പോലെ, ഈ കൂന്താലി എന്നാണ് പറയുന്നത്, മുടങ്കോൽ പോലെ ഇങ്ങനെ തന്നെ മുട്ടിക്കൊണ്ടിരുന്നു തൻ്റെ അന്തരംഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒന്ന്. 2, നമുക്ക് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. സ്ഥാപകനായ യോഹന്നാൻ വന്ന് സുവിശേഷം പറയുമ്പോൾ താൻ പറഞ്ഞ ഒരു വിഷയം, അന്ന് യോഹന്നാൻ പറയുന്ന ആ സുവിശേഷം കേൾക്കാൻ യഹൂദന്മാരെല്ലാം വന്നു. എല്ലാ പരീശന്മാരും സാധുസും പിന്നെ അതുപോലെ അന്ന് അവിടെ പട്ടാളത്തിലുണ്ടായിരുന്നവരും പോലീസുകാരും സകലരും വന്നു. അപ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപകൻ യോഹന്നാൻ പറയുന്ന ഒരു വിഷയമാണ്, സർപ്പസന്തതികളെ
വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു എന്നത് ആരെ? മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കുക. ഈ യോഹന്നാൻ ഈ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതും താൻ ആരാണെന്ന് പറയുന്നത് എല്ലാം ഈ ശൗലും കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ശൗലെന്ന് പറയുന്നത് ഈ യോഹന്നാൻ സ്നാപകനേക്കാളും കർത്താവായ യേശു ക്രിസ്തുവിനേക്കാളും ഒത്തിരി പ്രായം കുറഞ്ഞ വ്യക്തിയല്ല, ഏകദേശം അതേ പ്രായമുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഈവൻ ഈ ഈ സ്നാനത്തിന് ശേഷം ഇവൻ ദൈവപുത്രനാണ്, ഈ എന്നെ അയച്ചവൻ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രീതിയിൽ വരും, അവൻ എൻ്റെ പുത്രനാണ്, അത് ഞാൻ കണ്ടു, ഞാൻ സാക്ഷ്യം പറയുന്നു, ഇതാ ഇവൻ യേശു, ഇവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതൊക്കെയും ഈ ശൗലും കേൾക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കാൻ അദ്ദേഹത്തിന് അന്നും സാധിച്ചില്ല. ഹൃദയത്തിലുണ്ട്, ഇതെല്ലാം തൻ്റെ ഹൃദയത്തിലുണ്ട് യേശുവിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ. വേറെ എന്താണ്? നമുക്ക് ഒന്നുകൂടെ കാര്യം കൂടെ നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങ് പറയാം എന്ന്. അവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വായിക്കേണ്ട. അവിടെ എമ്മോസിലേക്കുള്ള ശിഷ്യന്മാരെ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുമ്പോൾ കർത്താവ് അവരുടെ കൂടെ വരികയും ഒരു ചോദ്യം, നിങ്ങൾ എന്താ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ ആ ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യം, നീ മാത്രമേ ഉള്ളൂ ഈ യെരൂശലേമിൽ ഈ നടന്ന വിവരങ്ങൾ അറിയാത്തവൻ എന്ന് ചോദിച്ചപ്പോൾ, എന്താണെന്ന് ചോദിക്കുമ്പോൾ, നസ്രയനായ യേശു ക്രിസ്തു എങ്ങനെ അവൻ ഈ ലോകത്തിൽ വന്നു, എങ്ങനെ അവൻ നമ്മുടെ ന്യായാധിപനായിരുന്നു എന്നൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു, എന്നാൽ അവൻ ഇപ്പോൾ ഇതാ മരിച്ചു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ചില സ്ത്രീകൾ ഇത് പോയപ്പോൾ അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റതായിട്ട് ഞങ്ങൾ കാണുന്നെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ വിഷയം അത് അവർക്കെല്ലാം അറിയാമായിരുന്നൊരു വിഷയമാണ്. യെരൂശലേമിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം അറിയാമായിരുന്നൊരു വിഷയമാണ് യേശു ക്രിസ്തു ആരായിരുന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശൗലിനും ഈ വിഷയം അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ കർത്താവ് പറയുന്നത്, നീ ഉപദ്രവിക്കുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. അന്ന് യേശുവിനെ ക്രൂശിന്മേൽ കൊല്ലുവാൻ വേണ്ടി ആ വിധി കൊടുത്ത സൻഹെഡ്രിൻ സംഘത്തിൽ ഈ ശൗലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് ഒത്തിരി സമയം കഴിഞ്ഞിട്ടല്ല ഈ സൻഹെഡ്രിൻ്റെ ഈ ലെറ്ററുമായിട്ട് താൻ പോകുന്നത്. അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ആരായിരുന്നു, ആർക്കു വേണ്ടി അവൻ വന്നു, ആർക്കു വേണ്ടി അവൻ മരിച്ചു, ഇനി വരാനുള്ള കാര്യങ്ങൾ യേശു പറഞ്ഞത് മുഴുവനും ഈ പീലാത്തോസ് കേട്ടതുപോലെ സൻഹെഡ്രിനും കേട്ടതാണ്. അന്ന് തനിക്ക് മനസ്സിലായ ഒരു വ്യക്തിയാണ് ഇതാരാണ് യേശു എന്നുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് വേറൊരു മുള്ള തൻ്റെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വരുമ്പോൾ, അങ്ങയുടെ ദാസനായ സ്തേഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവരെ സ്തേഫാനോസിനെ കൊലപ്പെടുത്തിയ ആ വ്യക്തികളുടെ വസ്ത്രങ്ങൾ ഞാനാണ് സൂക്ഷിച്ചത് എന്ന് തൻ്റെ സാക്ഷ്യത്തിൽ കൂടി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സ്തേഫാനോസ് അബ്രഹാം മെസൊപ്പൊത്യോമയിൽ ആയിരുന്നപ്പോൾ തേജോമാനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് എങ്ങനെ വിളിച്ച് വേർതിരിച്ചു എന്ന് അവിടെ മുതൽ യൗസേപ്പ്, മോശ, പ്രമാണങ്ങൾ, പ്രവാചകന്മാർ ഇതെല്ലാം പറഞ്ഞ് യേശു ആരാണ് എന്ന് ആ സൻഹെഡ്രിന് മുമ്പിൽ സംസാരിക്കുമ്പോൾ ആരുണ്ടായിരുന്നു അവിടെ? ഈ ശൗലും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ശൗലിൻ്റെ ജീവിതത്തിലെ ഈ മുള്ളുകളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ച്. ഏതാണ് ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത മുള്ളുകൾ? പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ഗർഭപാത്രം മുതൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവനാണെന്നുള്ള ഒരു മനസ്സിലെ ഒരു കുത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ്റെ മനസ്സിലൊരു കുത്തായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ യേശു ക്രൂശിക്കപ്പെട്ട വിവരം, യേശു ആരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അന്ന് ക്രൂശിക്കപ്പെട്ട വിവരവും ഈ
ശൗലിനും അറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു മനസ്സിലെ ഒരു കുത്ത്. പ്രൈസ് ദി ലോർഡ്. അതുകൂടാതെ സ്തേഫാനോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ആ മഹാപ്രഭാഷണം അതിൻ്റെ ജീവിതത്തിൽ ഒരു കുത്ത് തന്നെയല്ല. ആ സ്തേഫാനോസ് മരിക്കുമ്പോൾ കർത്താവേ, ഇവർ ചെയ്തത് ഇവർക്ക് എന്തെന്നറിയാത്തത് കൊണ്ട് നീ അവരുടെ പാപം അവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ താനും പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് പോകുന്ന ആ കാഴ്ച വസ്ത്രം സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഈ ശൗലും കണ്ടു. അതിൻ്റെ ജീവിതത്തിൽ, തൻ്റെ അന്തരംഗത്തിൽ ഇതൊക്കെയും ഒരു കുത്തായിട്ട് ഇരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, കർത്താവിനോട് പറയുന്നു, മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് നല്ലതല്ല എന്ന് പറഞ്ഞതാൽ ഈ മുള്ളുകളൊക്കെയും നിന്റെ ജീവിതത്തിൽ നീ കണ്ടു, അതിനൊക്കെ നീ എതിരായിട്ട് ഇങ്ങനെ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവസാനത്തെ മുള്ളിലേക്ക് നീ വന്നേക്കാണ്. അതാരാണ്? ഞാൻ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നത് നിനക്ക് നല്ലതല്ല, ഇനിയും നീ ഉപദ്രവിച്ചാൽ മുമ്പോട്ടുള്ള നിന്റെ യാത്ര നല്ലതല്ല എന്ന് വളരെയധികം ആ പ്രത്യക്ഷയുടെ മഹിമയിൽ താനത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങളൊക്കെയും ഒരു ഫ്ലാഷ് പോയിന്റ് പോലെ ഒരു മൂവി തിയേറ്ററിൽ, സിനിമാ തിയേറ്ററിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി പോയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അതാണ് തന്നെ പ്രേരിപ്പിച്ച വിഷയം. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? നീ ആരാണ് കർത്താവേ? പ്രൈസ് ദി ലോർഡ്. ഹി ഹേർഡ്, ഐ ആം ജീസസ്. ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹി കംപ്ലീറ്റ്ലി സറണ്ടർഡ്. അതിന് 3 വിഷയങ്ങൾ അതോടുകൂടിയുള്ള ബന്ധത്തിൽ നമ്മൾ മുള്ളിൻ്റെ കാര്യം സംസാരിച്ചു. ഇനിയും എന്തുകൊണ്ട് ഈ രീതി ഇത്രമാത്രം മത തീവ്രവാദിയായി അനേകരെ കൊലപ്പെടുത്താൻ വേണ്ടി നിന്ന ഈ വ്യക്തി എന്തുകൊണ്ട് കർത്താവെ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കത്തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകാൻ സാധിച്ചതിൻ്റെ 1-2 വിഷയങ്ങൾ, പെട്ടെന്ന് 3 വിഷയങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പഠനം ഇന്ന് അവസാനിപ്പിക്കാം. 1, അവൻ നിലത്തു വീണു. നമ്മൾ വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ 26-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ തേജസ് അവൻ്റെ മേൽ വന്നപ്പോൾ അവരും നിലത്തു വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ തേജസ് ഇത്രമാത്രം സ്വർഗീയ തേജസ് വന്നപ്പോൾ കണ്ണുകൾക്കത് സഹിക്കാൻ വയ്യാതെ വന്ന് അവൻ അന്ധനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് അവൻ്റെ ശക്തിയില്ലാതെ നടക്കുവാൻ പോലും കഴിവില്ലാത്തവനായി അവനെ പിടിച്ചുകൊണ്ട് ദമസ്കോസിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് 3 ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതും കൂടെ പെട്ടെന്ന് നമുക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. 1, അവൻ നിലത്തു വീണു. ശൗലിൻ്റെ ജീവിതത്തിൽ വളരെയധികം അഹങ്കാരവും കയ്പും വെറുപ്പും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ യൗവനക്കാരനാണ്, മതഭ്രാന്തനാണ്. എന്നാൽ അതുപോലെ തന്നെ തൻ്റെ പാരമ്പര്യവും തൻ്റെ വിദ്യാഭ്യാസവും ഈ ചെറുപ്രായത്തിൽ തന്നെ അന്നത്തെ ഏറ്റവും വലിയ സിവിൽ അതോറിറ്റി ആയിരിക്കുന്ന ഈ സൻഹെഡ്രിൻ്റെ മെമ്പറാകുവാനും അങ്ങനെ യഹൂദ മതത്തിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് തന്നിൽ അഹങ്കാരവും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻസിനുള്ള വെറുപ്പും കയ്പും ഇന്ന് നമുക്ക് ഇന്ത്യയിലും അനേക രാജ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ നമുക്ക് അവരുടെ ആ പെർസിക്യൂഷൻ കാണുമ്പോൾ നമുക്കറിയാം എത്രമാത്രം കയ്പും വെറുപ്പുമാണ് അവർക്ക് നമ്മളോടുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ തേജസ്സിൽ അവൻ വീണു. ആ ഏറ്റുമുട്ടത്തിൽ, കർത്താവുമായിട്ടുള്ള ആ ഏറ്റുമുട്ടത്തിൽ ശൗലിൻ്റെ ശക്തി അവൻ്റെ സകല ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ, അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവൻ്റെ സകലവിധമായ കഴിവുകളും ആ തേജസ്സിൻ്റെ ശക്തിയിൽ അലിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവൻ്റെ വീഴ്ചപ്പെട്ട സ്വഭാവത്തെ ഒന്ന് ഓർപ്പിക്കാൻ ഇടയായിത്തീർന്നു. വീണ് ആ സമയം അവൻ്റെ ജീവിതത്തിൽ കർത്താവേ, എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ ദൈവം അവനൊരു അവസരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹി ഫെൽ ടു ദ ഗ്രൗണ്ട്. രണ്ടാമതായിട്ട് അവൻ അന്ധനായി തീർന്നു. അന്ധത ഒരു വ്യക്തിയെ ദുർബലപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരു പക്ഷേ ചിലരൊക്കെ കേട്ട് കാണും. ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു സിക്നസ് ഉണ്ടായി. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കാണാൻ നോക്കിയാൽ വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ ആയിരുന്നു. എന്നാൽ കർത്താവിനെ അതൊന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ആ സമയത്ത്
വളരെ ശക്തിമാനായിട്ട് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ഞാനെങ്കിലും കണ്ണിൻ്റെ ആ കാഴ്ചയിൽ പ്രയാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരത്തിൽ ഒരു ശകലം പോലും ശക്തിയില്ല, മനസ്സിന് കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, അന്ധത ഒരു വ്യക്തിയെ വളരെയധികം ദുർബലപ്പെടുത്തുന്നു. പ്രൈസ് ലോർഡ്. അന്ധത നിങ്ങളെ ലോകത്തിൽ നിന്ന് അകറ്റുന്നു. പ്രൈസ് ലോർഡ്. എഫെസ്യ ലേഖനം അതിൻ്റെ 1-18 വായിക്കുമ്പോൾ നിങ്ങളുടെ വിവേകത്തിൻ്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെടുന്നു, അങ്ങനെ അവൻ്റെ വിളിയും പ്രത്യാശയും എന്താണെന്ന് നിങ്ങൾ അറിയും. സ്വാഭാവികമായ അവൻ്റെ കണ്ണുകൾ അന്ധതയിലേക്ക് പോയെങ്കിലും ആ അന്ധതയിൽ കൂടി അവൻ്റെ ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ കർത്താവ് അവന് കൃപ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 119 സങ്കീർത്തനം വായിക്കുമ്പോൾ നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ ഞാൻ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ആ വാക്യം താൻ വായിച്ചോ പ്രാർത്ഥിച്ചോ എനിക്കറിയാൻ വയ്യ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, അവൻ്റെ ശാരീരികമായ അന്ധത അവൻ്റെ ആത്മീയമായ അന്ധതയെ മാറ്റി ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ന്യായപ്രമാണത്തിൽ പ്രഗത്ഭനായിരുന്ന അവൻ ഇപ്പോൾ മനസ്സിലായി ന്യായപ്രമാണം ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, യേശുവിനെ കുറിച്ചാണ് ന്യായപ്രമാണം സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ആ കൃപ ഇതിൽ കൂടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ വെളിച്ചത്തിനായിട്ടുള്ള അവൻ്റെ ആവശ്യത്തെക്കുറിച്ച് അത് അവനെ ഓർമ്മിപ്പിച്ചു. സുവിശേഷത്തിൻ്റെ ആ പ്രകാശം അവൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ദൈവം അതിൽ കൂടി അവനിടയാക്കി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ലേഡ് ഹിം ടു ഡമാസ്കസ്. അവൻ്റെ ശരീരത്തിൽ ബലമില്ലാതെ തന്നെ നടക്കുവാൻ കഴിവില്ലാതെ അവനെ കൈപിടിച്ച് ആ ദമസ്കോസിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, റോമാലേഖനം 8-ാം വായിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ആത്മീയ സത്യം അവൻ്റെ ജീവിതത്തിലും ഉണ്ടായി. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവൻ ദമസ്കോസിലേക്ക് പോവുകയാണ്. ദൈവശബ്ദം കേട്ട് അവൻ ദമസ്കോസിലേക്ക് പോവുകയാണ്. ഒരു വലിയ തീവ്രവാദി, മത തീവ്രവാദിയായിട്ട് ഇറങ്ങി അവൻ യാതൊരു തീവ്രവാദവുമില്ലാതെ സകലതും കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് താഴ്മയോടെ അവൻ ദമസ്കോസിലേക്ക് പോവുകയാണ്. ഞാൻ ഇവിടെ ഒരു വാക്യം എഴുതി. പ്രൈസ് ദി ലോർഡ്. അവനൊരു മഹാപാപിയായി യെരുശലേം വിട്ടെങ്കിലും ഒരു ദൈവദാസനായി ദമസ്കോസിലെത്തി. ഹി സ്റ്റാർട്ടഡ് ആസ് an enemy of Christ, but reached Damascus as a child of God, a servant of God, as a prisoner of God. അത് തന്നെയല്ല, അവൻ്റെ ഇനിയുമുള്ള ജീവിതം മുഴുവനും മനുഷ്യർ തന്നെ കൈപിടിച്ച് ദമസ്കോസിൽ കൊണ്ടുവന്നതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ പിൽക്കാലങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു പുതിയ യാത്രയ്ക്കായിട്ട് ദൈവം അവനെ ഒരുക്കി. ഒരു പുതിയ യാത്രയുടെ ആരംഭമായിട്ട് ഈ ദമസ്കോസ് വഴി അവൻ്റെ ജീവിതത്തിലായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിനിയും 1-2 മിനിറ്റ് പെട്ടെന്ന് ഞാൻ ക്രിസ്തുവുമായിട്ടുള്ള ശൗലിൻ്റെ പ്രതികരണം. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അവനെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ തുടർന്നായിട്ട് വായിക്കുക ആ 30 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വെച്ച് കർത്താവിനോട് പറയുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ, നിനക്ക് കാഴ്ച തരുവാൻ ഞാനൊരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ കാഴ്ച പ്രാപിച്ചു. അവനെ അത് മറ്റൊന്നുമല്ല, അനനയാസ് എന്ന് പറയുന്ന വ്യക്തി വന്ന് തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചു. അനനയാസ് അവനോട് ചോദിക്കുകയാണ്, ഇനി നീ എന്താണ് വെയിറ്റ് ചെയ്യുന്നത്, താമസിക്കുന്നത്? ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് സ്നാനം വെക്കുക. അവൻ സ്നാനപ്പെട്ടു. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന ഉടനെ അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദമസ്കോസിൽ സംസാരിച്ചു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തോ ഒരു വലിയ വ്യത്യാസമാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് സമയം തീർന്നുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ശൗൽ പൂർണ്ണമായും കർത്താവിനെ കീഴടങ്ങി. ഹൗ ഈസ് യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ് ടുഡേ? ഇന്ന് നിങ്ങളുടെ ജീവിതവും എൻ്റെ ജീവിതവും ഈ ശൗല് കർത്താവിന് കീഴ്പ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും കീഴ്പ്പെടാൻ സാധിക്കുമോ? ഏത് രീതിയിലുള്ള മുള്ളുകളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്? ഇനിയും ആ മുള്ളിനെ ആയിട്ട് എതിർ നിൽക്കാതെ പ്രൈസലോടെ നമ്മളതിനെ സമർപ്പിക്കുക. ഇന്ന് ആരെങ്കിലും ഒരു സമർപ്പണ ജീവിതമില്ലാതെ വെറും ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ ഉപദേശം അനുസരിച്ചിട്ടുണ്ടോ? രോഗശാന്തി സ്വീകരിക്കാൻ തയ്യാറാണോ? സ്നാനം സ്വീകരിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവിനാൽ നിറയാൻ തയ്യാറാണോ? ഇന്ന് ദൈവവചനം കേട്ട സകലരുടെ മേലും
ഈ ചോദ്യം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. ഉടനെ അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവനെ സേവിക്കുവാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണ്. ഉടനെ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങൾ ഒരു ഭാവിയായി ജീവിച്ച ഒരു ശൗലെ ഇതാ ദൈവത്തിൻ്റെ അതിമഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് സമർപ്പിച്ച് ആ പ്രവർത്തനം ആരംഭിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു പുതിയ അധ്യായമായിട്ട് മാറട്ടെ, ഒരു പുതിയ സമർപ്പണമായിട്ട് മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയ സംഭവങ്ങൾ നമുക്ക് അതൊരു മുള്ളായിട്ട് ഇന്ന് രാത്രി മനസ്സിലാക്കി കർത്താവിൻ്റെ വിളിയിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. സിസ്റ്റർ അമിത അവസാനമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, നല്ല സമയത്തിനായ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കരയേറ്റുന്നു കർത്താവേ. അപ്പാ പിതാവേ, അതിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ പ്രകാരം കർത്താവേ ദൈവത്തിന്റെ വചനം കർത്താവേ യഥാർത്ഥമായ കർത്താവെ ഞങ്ങൾക്ക് അതിനെ മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം കർത്താവ് ദാസിനെ കർത്താവ് ശക്തീകരിച്ച് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പച്ച കർത്താവ് പിന്നെ അതുപോലുള്ള കർത്താവെ ദൈവ ശബ്ദം കേട്ട എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ നിനക്കായി സമർപ്പിച്ച് ജീവിപ്പാൻ കർത്താവെ നിന്റെ വചനം കർത്താവെ അതിന്റെ അലലിയപ്പൊരു തിരിച്ച് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ കർത്താവെ അതിന്റെ ശക്തിയോടെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വ്യാപരിപ്പാൻ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ഹല്ലേലൂയ. ആസ്വദിക്കുന്ന കർത്താവെ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി ശോഭിക്കുന്നവരായി തീരുവാൻ കർത്താവെ ഇരുളടഞ്ഞ ജീവിതങ്ങൾ പ്രകാശമായി വെളിച്ചമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ സത്യ വെളിച്ചത്തിലേക്ക് നടത്തുന്ന നിന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ നീ ബലപ്പെടുത്തി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ചുമല് കൊടുക്കുന്ന എല്ലാ ദാസന്മാരെയും കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ഇപ്രകാരം ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സദാ ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ദൈവജനം പഠിച്ച കർത്താവിന്റെ ദാസനോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. മാറാനാഥ.